അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ ബാലപീഡനത്തിൽ 3 പ്രതികളും അറസ്റ്റിലായി. കേസെടുത്തതിന് പിന്നാലെ 4 ദിവസം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പത്തനംതിട്ട നഗരത്തിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. പഠിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ സ്ഥാപനത്തിൽ പീഡിപ്പിച്ചിരുന്നത്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ കീഴിലെ സ്ഥാപനമാണ് സ്നേഹത്തണൽ. നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനു വാഴമുട്ടം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവിടെ നിർത്തിയേര്, ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളൂ. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? അത് തന്നെ. നീ ഒന്ന് റീവൈൻഡ് ചെയ്തേ. പകല് രോഗശാന്തി, രാത്രി വെടിവെപ്പ് ശുശ്രൂഷ. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ. 2 മാസം തോൽപ്പിക്കാൻ വന്നേക്കുന്നു. ബിനു വാഴമുട്ട പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ, പാതയാത്രി പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. പാസ്റ്ററുടെ വാക്ക് കേട്ട് സ്ഥാപനത്തിൽ പഠിക്കാനെത്തിയ കുട്ടികളുടെ അവസ്ഥയാണിത്. ശമ്പളമില്ലാത്ത ജോലി, അതാണ് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിന്നൊരു കാര്യം, ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം, പിന്നെ ഭക്ഷണം അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. പുലയാടി മോനെ, നിന്റെ കിണുത്തിലിട്ടൊന്നുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. അവിടെ 21 ഇൻമേറ്റ്സ് ആയിരുന്നു ഉള്ളത്. പക്ഷെങ്കിൽ 2 പേരെ ഡെയിലി പാസ്റ്ററിന്റെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്. 2 പേരെ കൊണ്ടുപോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. അവിടെ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഇൻമേറ്റ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച പ്രതികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഒന്ന് പൊട്ടിച്ചല്ലോ. നമ്മളവിടെ ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിമൃഗീയമായിട്ടുള്ള പീഡനങ്ങളാണ് പല ആളുകൾക്കും, അന്തേവാസികൾക്കടക്കം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥാപനം അടച്ചുപൂട്ടി. അതേതായാലും നന്നായി. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്കൊരു സൗണ്ട് പ്രൂഫ് ഹാളാണ്. ഞങ്ങൾ ഒരു വഴക്കിനും ഇല്ല, ഞങ്ങൾ ഒന്നിനും പോകുന്നവരല്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ സ്ഥാപനത്തിന് അനുബന്ധ സ്ഥാപനത്തിലല്ലേ കുട്ടികൾക്ക് ക്രൂരമർദ്ദനമേറ്റത്? കുട്ടികൾക്കുള്ളത് അത് നിയമപാലകര് അതിന് പ്രതികളെന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് കോർട്ടിന്റേതായ രീതി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് 100% അവരെ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്തോ എങ്ങനെ എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നിലെ? പല കാര്യങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്നത് നീതിപൂർവമാണോ? നമ്മുടെ കുട്ടികൾക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്നാണോ മാഡം പറയുന്നത്? കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ തമ്മിൽ അവിടെ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ടും സമൂഹത്തിൽ അവർ ഇനിയും ജീവിക്കേണ്ടതായതുകൊണ്ടും അത് പറഞ്ഞു വിട്ടെന്നുള്ള സത്യമാണ്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറും നിരപരാധിയാണ്. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പോലീസ് 3 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ദേഹത്തെല്ലാം അടികൊണ്ട പാടുകളുണ്ട്. കുട്ടികൾ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അത് പിന്നെ അവര് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കോർട്ട്. മാഡം, ഒരു കാര്യം കൂടി, വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു. പക്ഷെ എങ്ങനെ അവിടെ കുട്ടികളെ താമസിപ്പിച്ചു? കുട്ടികളെ അവിടെ അല്ല താമസിപ്പിച്ചത്. പണ്ട് തൊട്ടേ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ 3 പേരെ ഞാൻ പൊക്കും. അവരുടെ മാതാപിതാക്കളെ അടുത്ത് പറഞ്ഞിട്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയല്ലേ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പണ്ടും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്യാറുണ്ട്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. 2 മാസം തോൽപ്പിക്കാൻ വന്നേക്കുന്നു. ബിനു വാഴമുട്ട പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ, പാതയാത്രി പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. അതിന്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കൊരു വിപത്ത് വരുമെന്ന് ഞങ്ങൾ മനസ്സവാച അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ആരാധന തടസ്സപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച മനഃപൂർവ്വമായിട്ടുള്ള വാശിയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഇതൊരു വല്ലാത്ത
ഈ നിയമം ഞങ്ങൾക്ക് ദൈവം തോന്നി ഞങ്ങളുടെ ദൈവത്തെ ആരാധന ഞങ്ങളെ അനുവദിക്കണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നാ മതി. ഇതിനെല്ലാം ഞങ്ങൾക്ക് നീതിയോടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് വിശ്വസിക്കുക ഞങ്ങൾ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഓർഫനേജിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതികളായെന്ന് പറയുന്നവരെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു? നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. ഞങ്ങൾ ആർക്കും എന്താ തമ്പുരാനറിയാം. ഇതെന്താ സാർ, ഞാനൊരു പാട്ട് പാടിയല്ലേ? ഞാൻ കരുതി ജന്നിയുടെ തുടക്കം തന്നെ ആയിരിക്കും. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ രക്തം കൊടുത്താണ് സ്വാതന്ത്ര്യം മേടിച്ചത്. ഇവൻ നമ്മൾ നാളെ കെടുത്തുന്നോണ കേട്ടാ. അംബേദ്കർ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കത് ലഭിക്കണം. നടപ്പിലായ പറ്റൂ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം വീണ്ടും ഇന്ത്യയിൽ തുടങ്ങും. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. വീണ്ടും തുടങ്ങും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. അതിനകത്ത് ഒരു പഴമുണ്ട്, അത് വായിക്കുത്തി കേട്ടോണ്ട്. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടെ ഇത്. അതിന്റെ വേറൊരിത്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.